സ്പെഷ്യൽ അല്ല എന്ന് ചേരുമെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. ചെഗുവരെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ പടം വയ്ക്കണ്ട. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഗുണ്ടകൾ എല്ലാവരും ഗുണ്ടകളാണ്. ഗുണ്ടകൾക്ക് പാർട്ടിയൊന്നുമില്ല. ഗുണ്ടകൾക്ക് പാർട്ടിയില്ല. ആ ഗുണ്ടകളായിരിക്കും. ഗുണ്ടകൾക്ക് പാർട്ടിയില്ല. When the syndicate is not in session, വൈസ് ചാൻസലർക്കാണ് അത് ആ അധികാരം. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് കൂടിയാൽ മതി. അവര് പറയുമ്പോൾ കൂടേണ്ട കാര്യമില്ല. അടുത്ത ആഴ്ച അല്ല തീരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂൺ എത്രാം തീയതി നമ്മൾ കൂടിയത്? സ്പെഷ്യൽ അല്ല സ്നേഹിത സിസ തോമസിന്റെ അല്ല. അതിന് തൊട്ട് മുമ്പ് ഞാൻ വേറെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് 2 മാസം അല്ലല്ല അന്ന് ഒരുപാട് അജണ്ടകൾ എടുത്തിട്ടുണ്ട്. എന്ന് ചേരുമെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. അത്രേ ആവശ്യമുള്ളൂ എന്നാണ്. അടിയന്തര സാഹചര്യത്തിൽ കൂടണമെന്ന് ഈ സിൻഡിക്കേറ്റിന്റെ വ്യവസ്ഥയിലില്ല. അവർക്ക് കോടതി പോവാം. ദേക്കൻ ഗോ ടു ദ കോർട്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ പറയാൻ നോക്കൂ. നിങ്ങൾ ഏതാ ചാനൽ? കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് വെയിറ്റ് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറഞ്ഞോ. എന്താ ഗുണ്ടകൾ എല്ലാവരും ഗുണ്ടകളാണ്. ഗുണ്ടകൾക്ക് പാർട്ടിയൊന്നുമില്ല. ഗുണ്ടകൾക്ക് പാർട്ടിയില്ല. ആ ഗുണ്ടകളായിരിക്കും. ഗുണ്ടകൾക്ക് പാർട്ടിയില്ല. സിൻഡിക്കേറ്റ് അല്ല, രജിസ്ട്രാർ. ആ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ അപ്പോയിന്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റ് ആ യോഗം വിളിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകി. അത് യോഗം വിളിക്കാൻ തയ്യാറാകാത്ത അല്ല എന്ന് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. ദാറ്റ് ഈസ് നോട്ട് മൈ എനി അതർ ക്വസ്റ്റ്യൻ. അല്ല, അതിന്റെ സൊല്യൂഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അത് വി സിയുടെ തന്നെ റിപ്പോർട്ടിംഗ് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് റാറ്റിഫിക്കേഷൻ. അതേസമയം ആരോഗ്യ സർവകലാശാലയിൽ എഴുതിയിരിക്കുന്നത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അവിടുത്തെ റാറ്റിഫൈ തീരുമാനം നിലനിൽക്കും. അതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് സിൻഡിക്കേറ്റ് തർക്കമുണ്ടെങ്കിൽ അപ്പീൽ അതോറിറ്റി ചാൻസലറോ കോടതിയാണ്. അവിടെ പോകാം. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കൂ, ഒരു ട്രാഫിക് നിയമം വയലേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോ അന്നേരം അതിനുള്ള പോലീസ് നടപടികൾ എടുക്കണം. അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യുക്തമായ സമയത്ത് നടപടി എടുക്കുമെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ചാൻസലർ അല്ലല്ലോ. അദ്ദേഹം യുക്തമായ സമയത്ത് നടപടി എടുക്കും. ഏതാ? അത് കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തത് എനിക്ക് വന്നിട്ടുണ്ട്. കോടതി അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു ഗവൺമെന്റ് കോളേജിലെയോ യൂണിവേഴ്സിറ്റിയിലെയോ അധ്യാപകനാകണം എന്നാണ് അതിൽ പറയുന്നത്. ഇദ്ദേഹം എയ്ഡഡ് കോളേജിൽ നിന്നുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ പേരിൽ അവിടെ കേസുണ്ട്. അപ്പൊ ആ കേസിൽ എന്താണ് പൊസിഷൻ എന്നുള്ള കാര്യം തീരുമാനമെടുത്തിട്ടില്ല. അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തു. ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ചാൻസലറാണ് നടപടി നിർദ്ദേശിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വി സി, അതായത് താങ്കൾ ഇവിടെ അവധിയിൽ
ആയിരുന്ന സമയത്ത് സിസാർ തോമസ് ചാൻസലർക്ക് കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു, ആ സിൻഡിക്കേറ്റിൽ എന്ത് സംഭവിച്ചു എന്നതെല്ലാം സംബന്ധിച്ചു. പക്ഷേ അതിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചാൻസലർ അത് നടപടിയെടുക്കില്ലായിരുന്നു? ചാൻസലർ നടപടിക്ക് നിർദ്ദേശം നൽകിയില്ലായിരുന്നു? അല്ല ചാൻസലറോടുള്ള ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അല്ല ഞാൻ പറയുന്നത് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചാൻസലർ ഇന്നലെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു. ആൻഡ് ആ സിറ്റുവേഷന്റെ റിപ്പോർട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. അല്ലല്ല, ചെഗുവരെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ അല്ല പടം വെക്കേണ്ട, ചെഗുവരയുടേതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട. അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ONV കുറുപ്പിന്റെ പടം വെക്കായിരുന്നു. ഞാൻ നിങ്ങളോട് അല്ല നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു.